അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കയ്യിലെ 5 വിരലുകളും 5 വലുപ്പത്തിലുള്ളവയാണ്. പക്ഷേ ഈ 5 വിരലുകളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരാശയം ഉൾക്കൊണ്ട് വ്യത്യസ്തരായ നമ്മളെ ഏവരെയും ഒരുമിപ്പിക്കുവാനും ദൈവത്തെ അറിഞ്ഞു വളരുവാനും അച്ഛന്റെ ആദ്യ ദൗത്യമായി 2022 സെപ്റ്റംബറിൽ MGOCSM PIMS രൂപീകരിച്ചു. അച്ഛന്റെ പൊട്ടൻഷ്യലും ഊർജവും ഒക്കെ നമുക്ക് ശരിക്കും മനസ്സിലായത് നമ്മുടെ ഓണാഘോഷം തകതാളത്തിൽ കൂടെയാണ്. നാട്ടിൽ ഓണം ആഘോഷിക്കാൻ പറ്റാത്തതിന്റെ എല്ലാ കുറവും നികത്തി ആഘോഷത്തോടെയും അർമാദത്തോടെയും ഇവിടെയുള്ള എല്ലാവരും ഓണം ആഘോഷിച്ചു. ഓണക്കളികളും പാട്ടും നൃത്തവും ഉഗ്രൻ സദ്യയും ഒക്കെയായി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓണക്കാലങ്ങളാണ് PIMS നിന്ന് അച്ഛൻ നമുക്ക് സമ്മാനിച്ചത്. അച്ഛൻ തന്റെ ജീവന്റെ തുടിപ്പ് പോലെ കാണുന്ന ഒരു കാര്യമാണ് സംഗീതം. അച്ഛന്റെ ആഗ്രഹങ്ങളുടെ തുടക്കമായി തന്റെ സ്വകാര്യ അഹങ്കാരം എന്ന് അച്ഛൻ സ്വയം വിശേഷിപ്പിക്കുന്ന സെയിന്റ് മേരീസ് ക്വയർ രൂപീകരിച്ചു. ഞങ്ങളുടെ ഓരോരുത്തരുടെ കഴിവുകളെ പുലർത്തിയെടുക്കുവാനും അതോടൊപ്പം ഓർമ്മകൾ ഉണ്ടാക്കുവാനും കോളേജിന്റെ പരിപാടികളിൽ കൂടിയും ആരാധനയിലൂടെയും ഒരുപാട് അവസരങ്ങൾ നൽകി. ഇതിൽ എടുത്തു പറയേണ്ട അനുഭവങ്ങളാണ് സംഗീതധാരയും ക്രിസ്തുവിനെയും പാഷൻ വീക്ക് റെസൈറ്റ്സും ഒക്കെ. ഞങ്ങളുടെ കഴിവുകളും താരങ്ങളും പ്രദർശിപ്പിക്കാൻ അച്ഛൻ ഒരുക്കി തന്ന വേദികളാണ് ഇവയെല്ലാം. ഓരോ വർഷം കൂടുന്തോറും കിരീടം പൊത്തുവാനുള്ള വാശി കൂടി വന്നു. അതിന്റെ ഫലമായി കഴിഞ്ഞ വർഷത്തെ സംഗീതധാര കാരൽ കോമ്പറ്റീഷന്റെ കിരീടം നമ്മൾ കരസ്ഥമാക്കി. നമ്മുടെ പള്ളിക്ക് സിഗ്നേച്ചറായി ഒരു പ്രോഗ്രാം വേണം എന്ന ആശയിൽ നിന്ന് ഉണ്ടായി വന്നതാണ് ക്രിസ്തുവിന. സംഗീതവും നൃത്തവും നടനവും മറ്റുള്ള എല്ലാമായി നാം ക്രിസ്തുവിനെ വരവേൽക്കുകയും അനേകം കുട്ടികൾക്ക് താലന്തുകളെ പ്രകടിപ്പിക്കുവാനും നമ്മുടെ സന്തോഷത്തിനും ആഘോഷത്തിനും വേണ്ടി ഈ വേദി അച്ഛൻ കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഒരുക്കി തന്നു. അച്ഛനെ പറ്റി പറയാനുള്ളത് ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല. 2022 വെറും 4-5 പേരടങ്ങുന്ന ശുശ്രൂഷക സംഘത്തിന് പകരം ഇപ്പോൾ മദ്ബഹ നിറഞ്ഞു നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ശുശ്രൂഷകരുണ്ട്. ഈ ഒരു വളർച്ചയ്ക്ക് കാരണക്കാരൻ ഒരാളേ ഉള്ളൂ, ഫാദർ ജോബി ജോർജ്. ശുശ്രൂഷ സംഘത്തെ മാത്രമല്ല, ഉറങ്ങിക്കിടന്ന ഈ ഒരു ദേവാലയത്തെ ഉണർത്തി കുട്ടികളായ നമ്മളിലും ദൈവസ്നേഹം പകർന്ന് വന്നു ചേരുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുകയും പ്രാർത്ഥനയുടെ ശബ്ദം സദാസമയവും മുഴങ്ങുന്ന ഒരു ദിവ്യസ്ഥലമായി വളർത്തിയെടുത്തു അച്ഛൻ ഈ ഒരു പള്ളിയെ. ഇതിലെല്ലാം ഉപരി ജോബി അച്ഛൻ എന്ന വ്യക്തി ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ എല്ലാം താങ്ങും തണലുമാണ്. സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒരുപോലെ കൂട്ടുനിന്ന് ഒരു പിതാവിനെ പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു നല്ല സുഹൃത്തിനെ പോലെ നമ്മളെ അച്ഛൻ പരിപാലിച്ചു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ ക്യാബിനിലേക്ക് ഓടിച്ചെന്നാൽ ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മൾ പറയുന്നത് കേൾക്കാൻ കാതോത്തിരിക്കും അച്ഛൻ. ജോബി അച്ഛൻ നമ്മുടെ ബാക്ക് സപ്പോർട്ട് ആണെങ്കിൽ അച്ഛന്റെ മെയിൻ സപ്പോർട്ട് കൊച്ചമ്മയാണ്. സന്തോഷങ്ങളിൽ നമ്മോടൊത്ത് ചേർന്ന് നിൽക്കുകയും ആവശ്യഘട്ടങ്ങൾ ഉപദേശിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്തു കൊച്ചമ്മ. പിന്നെ എന്നും ചെറുപുഞ്ചിരോടെ നമ്മെ സ്വീകരിക്കുകയും നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കിടുന്ന പ്രിയപ്പെട്ട അമ്മച്ചി. പിന്നെയുള്ള നമ്മുടെ മെയിൻ താരങ്ങളെ പറ്റി പറയാതിരിക്കാൻ പറ്റുമോ? ചിരിയും കളിയും കൊച്ചു കൊച്ചു കുസൃതികളും ഒക്കെയായി നമ്മളെ എന്നും സന്തോഷിപ്പിക്കുന്ന മാലാക കുഞ്ഞുങ്ങളാണ് നമ്മുടെ മന്നാക്കുട്ടിയും മത്തായിക്കുഞ്ഞും. പറഞ്ഞാൽ തീരാത്തവണ്ണം കാര്യങ്ങളുണ്ട് നന്ദി പറയാൻ അച്ഛനോട്. പക്ഷേ അച്ഛൻ പറയുന്നത് പോലെ നന്ദി പറഞ്ഞല്ല, അത്യധികം സ്നേഹം മാത്രം അറിയിച്ചുകൊണ്ടാണ് അച്ഛനോട് വിട പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാലം എത്ര കഴിഞ്ഞാലും അച്ഛൻ എന്നും അച്ഛന്റെ പിള്ളേരുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ടായിരിക്കും എന്നുറപ്പോടെ ഞങ്ങൾ വിട പറയുന്നു. With hearts full of love and gratitude, we, the MGOCSM PIMS family, bids farewell to the most humble, dedicated and authentic person we have ever met, Reverend Father Joby George. I now invite our MGOCSM Vice President, Dr. Achu Jacob Philip, and the committee members to kindly step forward to the dais and to felicitate our dearest Achanan family.